ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 1988 റിലീസായ ബ്രൂസ് വില്ലിസ് നായകനായ ഡൈ ഹാർഡ് എന്ന സിനിമയുടെ കഥയാണ്. എല്ലാ കാലത്തും വാഴ്ത്തപ്പെടുന്ന ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണിത്. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ഈ കഥ തുടങ്ങുമ്പോൾ ഇതിലെ നായകനായ ജോൺ ലോസ് ഏഞ്ചലസിലേക്ക് വന്ന് ലാൻഡ് ചെയ്തു. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഡിറ്റക്റ്റീവ് ആണ് ഇയാൾ. അയാളിപ്പോൾ ലോസ് ഏഞ്ചലസിലേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ഹോളി വർക്ക് ചെയ്യുന്നത് ഇവിടെ ലോസ് ഏഞ്ചലസിലാണ്. നെക്കട്ടോമി കോർപ്പറേഷന്റെ കീഴിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഇൻചാർജ് ആണ് അവള്. ഈ ജോണും ഹോളിയും തമ്മിൽ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്തിട്ട് അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്മസ് രാത്രിയിൽ ജോൺ ഇപ്പോൾ ലോസ് ഏഞ്ചലസിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്തിട്ട് അയാൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം തന്നെ നെക്കട്ടോമി കോർപ്പറേഷനിൽ ഒരു പാർട്ടി നടക്കുകയാണ്. ഈ നെക്കട്ടോമി കോർപ്പറേഷന്റെ സിഇഒന്റെ പേര് ജോസഫ് ടക്കാഗി എന്നാണ്. അയാൾ ഇങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടുത്തെ പാർട്ടിയിലേക്ക് ഇപ്പോൾ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹോളി ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു ജോലിക്കാരനാണ് ഹാരി. ഇയാളും അവിടുത്തെ ഒരു ഇൻചാർജാണ്. ഈ ഹോളിയും ജോണും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന കാര്യം ഹാരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കാൻ പറ്റുമോ എന്ന് അയാൾ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ അവളുടെ പുറകെ നടക്കുന്നത്. എന്നാൽ ഈ ഹോളിയെ സംബന്ധിച്ചിട്ട് അവൾക്ക് അവളുടെ ഹസ്ബൻഡിന് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ സംസാരത്തിലൊന്നും അവൾ അങ്ങനെ വീഴുന്നില്ല. അങ്ങനെ ഹാരിയോടുള്ള സംസാരത്തിന് ശേഷം അവൾ നേരെ അവളുടെ ഓഫീസിലേക്ക് എത്തി. അതിനുശേഷം അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. ഇവർക്ക് 2 മക്കളാണ്. അതിൽ മോളെടുത്താണ് ഹോളി ഇപ്പൊ സംസാരിക്കുന്നത്. ഡാഡി വരാൻ സാധ്യതയുണ്ട്, എന്നാലും വരുമോന്നൊന്നും ഉറപ്പില്ല. വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നോളാം, നീ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ് ഹോളി അവളുടെ മോളെ വിളിച്ചു പറയുന്നത്. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ജോണിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരുത്തൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ആൽഗെയിൽ എന്നാണ്. ഈ നെക്കട്ടോമി കോർപ്പറേഷനിൽ നിന്ന് തന്നെ ഈ ജോണിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡ്രൈവറാണ് ഈ ആൽഗെയിൽ. അങ്ങനെ ആൽഗെയിലിനെ കണ്ടുമുട്ടിയതിനു ശേഷം ജോൺ വേഗ വണ്ടിയിൽ കയറി ആ നെക്കട്ടോമി കോർപ്പറേഷനിലേക്ക് പുറപ്പെട്ടു. ഈ നെക്കട്ടോമി കോർപ്പറേഷന്റെ ലോസ് ഏഞ്ചലസിലെ ഈ ബിൽഡിംഗ് വളരെ വലുതാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ബിൽഡിങ്ങിന്റെ മുന്നിലെത്തി. ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പോവരുത്, എന്റെ താമസം വേറൊരു ഹോട്ടലിലാണ്, ഞാൻ ഹോളിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തേക്ക് വരും, അതുവരെ നീ താഴെ വെയിറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൽഗെയിലിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ജോൺ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നത്. ജോൺ നേരെ പോകുന്നത് അവിടുത്തെ റിസപ്ഷനിലേക്കാണ്. ഒരു സ്റ്റാഫാണ് ആ റിസപ്ഷനിൽ ഇരിക്കുന്നത്. അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ജോൺ അകത്തേക്ക് കയറി. ഇതേ സമയം തന്നെ ആ ആൽഗയിലാണെങ്കിൽ അവർ വന്ന ആ വണ്ടി അവിടുത്തെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോൺ ലിഫ്റ്റ് ഇറങ്ങി നേരെ ചെല്ലുന്നത് അവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം അയാൾ ഹോളി അവിടേക്ക് അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ടക്കാഗി അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ജോൺ അല്ലേ, ഹോളിയുടെ ഹസ്ബൻഡ്? ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. അവള് കുറച്ച് തിരക്കിലാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരും, അതുവരെ നിങ്ങൾ അവളുടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ടക്കാഗി നേരെ ജോണിനെയും വിളിച്ചോണ്ട് അവളുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഈ സമയം ആ ഹാരി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് മരുന്നടിക്കുകയാണ്. അങ്ങനെ ജോണും ഹാരിയും തമ്മിൽ പരിചയപ്പെട്ടു. അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോളി അങ്ങോട്ട് വരുന്നത്. ജോൺ ഇന്ന് അവിടേക്ക് വരും എന്നയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവന്റെ സ്വഭാവം വെച്ച് സാധാരണ വരാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ജോണിനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അവൾ വേഗം തന്നെ വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയം തന്നെ ഒരു വലിയ ട്രക്ക് ഇപ്പം ആ നെക്കട്ടോമി കോർപ്പറേഷന്റെ ബിൽഡിംഗ് ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഹോളി ഇപ്പൊ ജോണിനെയും കൊണ്ട് നേരെ മറ്റൊരു റൂമിലേക്ക് എത്തി. അവിടെ ചെന്നതിന് ശേഷം ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് ജോൺ അവന്റെ മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹോളി ആണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവർ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈഗോയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈഗോ കാണിക്കുന്നത് ഈ ജോൺ തന്നെയാണ്. ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രകൃതമല്ല ഇവന്റേത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്കാഗി ഹോളിയെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് നീ ഒരു സ്പീച്ച് നടത്തണം എന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഹോളി ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ ട്രക്കാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. ഇപ്പൊ ആ ട്രക്കിന്റെ കൂടെ ഒരു കാറും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ 2 വണ്ടികളും ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ ട്രക്ക് നേരെ പോകുന്നത് ആ ബിൽഡിങ്ങിലെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഈ സമയം കാറാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുന്നിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അതിൽ നിന്ന് 2 ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി. ഇതിൽ ഈ വെളുത്ത മുടിയുള്ളവന്റെ പേര് കാൾ എന്നാണ്, മറ്റവന്റെ പേര് തിയോ എന്നും. ഈ തിയോ എന്ന് പറയുന്നത് ഒരു ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ കാൾ ഒരു തോക്കെടുത്തിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനെ വെടിവെച്ച് കൊന്നു. അവന്റെ പണി തീർത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി എന്ന കാര്യം തിയോ ഉടനെ തന്നെ ട്രക്കിലേക്ക് വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തു. എന്നിട്ട് തിയോ നേരെ പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അടുത്തേക്കാണ്. ഇതേ സമയം തന്നെ കാളാണെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത്. അവൻ നോക്കുമ്പോൾ അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ കാൾ അയാളെയും വെടിവെച്ച് കൊന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ ട്രക്കിൽ നിന്നും കുറെ ആൾക്കാർ ഇറങ്ങി. ഇവരെല്ലാവരും ടെററിസ്റ്റുകളാണ്. ഇവരുടെ ക്യാപ്റ്റന്റെ പേര് ഹാൻസ് എന്നാണ്.
അങ്ങനെ അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇതേ സമയം തന്നെ തിയോ ആണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ വഴി അവിടുത്തെ മുഴുവൻ ലിഫ്റ്റുകളും ഡിസേബിൾ ആക്കി. അതിനുശേഷം അടുത്തതായിട്ട് അവിടുത്തെ എസ്കലേറ്റേഴ്സ് മൊത്തം ഡിസേബിൾ ചെയ്തു. പിന്നെ അവിടുത്തെ മുഴുവൻ ഷട്ടറുകളും അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ വലിയ ബിൽഡിംഗ് ഇപ്പോൾ അവരുടെ കൺട്രോളിലാണ്. ഇതൊന്നും അവിടുത്തെ ആൾക്കാർ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലെ ഡോറും കൂടെ ക്ലോസ് ചെയ്തിട്ട് ആ റിസപ്ഷനിൽ ആ ടെററിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാളെ നിർത്തിയിട്ട് ഹാൻസൺ ടീമും ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാരെ അന്വേഷിച്ചിട്ട് പോവാണ്. ഇതേ സമയം തന്നെ വെളുത്ത തലമുടിയുള്ള വേറൊരുത്തൻ ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ ചില ചേമ്പേഴ്സ് ഒക്കെ തുറന്നിടുന്നു. എന്നിട്ട് അവിടെയുള്ള വയറുകൾ മൊത്തം വലിച്ചു പുറത്തേക്ക് ഇടാണ്. ഇവന്റെ പേര് ടോണി എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട മറ്റൊരു വെളുത്ത തലമുടിക്കാരനുണ്ടല്ലോ, കാൾ, അവന്റെ ബ്രദറാണ് ഈ ടോണി. ഈ സമയം ജോൺ ആണെങ്കിൽ ആ റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഹോളി ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോൺ എടുത്തിട്ട് നേരെ വിളിക്കുന്നത് പുറത്തിരിക്കുന്ന ആൽഗേലിനാണ്. അവൻ അവിടെ നിന്ന് പോയി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ജോൺ വിളിക്കുന്നത് എന്ന കാര്യം ആൽഗേലിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ ഗ്യാരേജിൽ ഈ കാറിന്റെ അകത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയം ടോണി ആണെങ്കിൽ ആ വയറിൽ ഇങ്ങനെ പടുത്തോണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ ബ്രദറായ കാൾ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന മുഴുവൻ പൈപ്പുകളും കട്ട് ചെയ്യുകയാണ്. അതോടുകൂടെ ജോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ കട്ടായി പോവുകയും ചെയ്യുന്നു. അവിടുത്തെ ഫോൺ ഡിസേബിൾ ആയിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം ജോണിന് മനസ്സിലായിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കും കാളാണെങ്കിൽ പണിയും തീർത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഹാൻസും ടീമും നേരെ പോകുന്നത് അവിടെ ആ പാർട്ടി നടക്കുന്ന ഹാളിലേക്കാണ്. എല്ലാവരും തോക്കെടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവരവിടെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ വെടിശബ്ദമെല്ലാം അപ്പുറത്തെ റൂമിൽ നിൽക്കുന്ന ജോണിനും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ അവിടുത്തെ ഡോറിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ കുറെ ടെററിസ്റ്റുകൾ വന്നിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ പിടിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ഞെട്ടിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ജോൺ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. അവൻ അവിടുത്തെ സ്റ്റെയർകേസ് വഴി മുകളിലേക്കാണ് ഓടുന്നത്. അങ്ങനെ അവൻ മുകളിൽ പണി നടക്കുന്ന ഒരു ഫ്ലോറിലെത്തി. അവിടെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. അവൻ നേരെ ആ ഫോണാണ് ചെന്ന് എടുക്കുന്നത്. പക്ഷെ ആ ഫോണും ഔട്ട് ഓഫ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും നിരാശയായി. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊരു എത്തുംപിടി അവന് കിട്ടുന്നില്ല. അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെ ഹോസ്റ്റേജസ് ആക്കിയതിനു ശേഷം ഹാൻസ് ഇപ്പൊ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് വേണ്ടത് നിങ്ങൾ ആരുമല്ല, ഇവിടുത്തെ CEO ആയ ടക്കാഗിയാണ്. അതുകൊണ്ട് അയാൾ എന്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം എന്നാണ് ഹാൻസ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഞാനാണ് ടക്കാഗി എന്ന് പറഞ്ഞിട്ട് ആ ടക്കാഗി മുന്നിലേക്ക് വന്നു. അങ്ങനെ അയാളെ കണ്ടെത്തി കഴിയുമ്പോൾ അവര് ടക്കാഗിയും വിളിച്ചിട്ട് വേറൊരു റൂമിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവിടെയുള്ള ടെററിസ്റ്റുകളുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പതുക്കെ ഒരു ഡോറ് തുറന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ 2-3 ആൾക്കാർ ചേർന്നിട്ട് കുറെ എക്സ്പ്ലോസീവ്സ് ഒക്കെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അതൊന്ന് നോക്കിയതിനു ശേഷം അവൻ പതുക്കെ താഴേക്ക് ഇറങ്ങി. ഈ സമയം തന്നെ ഹാൻസും ടീമും ആ ടക്കാഗിയെയും കൊണ്ടുപോകുന്നത് അയാളുടെ ഓഫീസ് റൂമിലേക്കാണ്. അവർ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ തിയോ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ആക്കിയിരിക്കുന്നതാണ് കാണുന്നത്. ഓ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ആക്സസ് ആണല്ലേ? അത് നടക്കത്തില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടേതൊരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്ത് ചെയ്താലും നാളെ രാവിലെ ആകുമ്പോൾ ടോക്കിയോ ഉള്ള ഹെഡ് ഓഫീസിൽ നിന്നും അത് മൊത്തത്തിൽ മാറ്റം വരുത്തും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ടക്കാഗി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വോൾട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന $640 മില്യൺ വിലമതിക്കുന്ന ആ ബോണ്ട് പേപ്പറാണ്. അത് ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ 10 ദിവസത്തെ റവന്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ബോണ്ട് പേപ്പർ ഇരിക്കുന്ന വാൾട്ടിന്റെ കീ ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഹാൻസ് പറയുന്നത്. ഈ സമയം ഇവർ ഈ സംസാരിക്കുന്നൊക്കെ ആ റൂമിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ജോണും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹാൻസിന്റെ ആ ആവശ്യം കേൾക്കുമ്പോൾ ടക്കാഗി കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഞാനിപ്പോൾ ആ കോഡ് കീ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും ആ ബോണ്ട് പേപ്പർ കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ബോണ്ട് പേപ്പർ വെച്ചിരിക്കുന്ന വാൾട്ടിന് 7 സുരക്ഷകളുണ്ട്. അതിലൊന്നു മാത്രമാണ് ഈ കീ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കീ ഞാൻ നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ വോൾട്ട് തുറക്കാൻ പറ്റത്തില്ല എന്നാണ് ടക്കാഗി പറയുന്നത്. ഹാൻസ് വീണ്ടും ചോദിച്ചിട്ടും അയാൾക്ക് ആ ഒരു മറുപടി മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അയാളിൽ നിന്നും ആ വോൾട്ട് തുറക്കാനുള്ള കീ കിട്ടത്തില്ല എന്ന കാര്യം ഹാൻസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ ടക്കാഗിയെ വെടിവെച്ചു കൊല്ലാണ്. അയാളെ കൊന്നത് കാണുമ്പോൾ ജോണിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൻ ഞെട്ടിയതോടുകൂടെ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട ഉടനെ ഹാൻസിന്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ അവിടെ എന്താണ് നടക്കുന്നത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരവിടെയൊക്കെ നോക്കിയിട്ടും അവർക്ക് ജോണിനെ കാണാൻ സാധിക്കുന്നില്ല. അവൻ അവിടെ ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടെ നോക്കുന്നു പറഞ്ഞിട്ട് ഹാൻസ് അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാൾ തിയോന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഇനി നമുക്ക് ആ ബോണ്ട് പേപ്പറുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വാൾട്ട് തുറക്കാൻ പറ്റുമെന്ന് നീ നോക്ക് എന്നാണ് ഹാൻസ് തിയോനോട് പറയുന്നത്. ഈ സമയം ജോൺ ആണെങ്കിൽ അവിടെ തന്നെ പതുങ്ങിയിരിക്കുകയാണ്. അവനിപ്പോ ചിന്തിക്കുന്നത് ആ ആൽഗേലിനെ കുറിച്ചിട്ടാണ്. അതായത് ആ വെടിശബ്ദം അവൻ കേട്ടിട്ടുണ്ടാവും, അതിനെ തുടർന്ന് അവൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് ജോൺ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ ചിന്തിച്ച പോലെ എല്ലാ കാര്യങ്ങൾ. ആൽഗേൽ ഇപ്പോൾ ആ കാറിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവൻ ആ വെടിശബ്ദം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവനിപ്പോ ആ കാറിലെ ഫോൺ ഉപയോഗിച്ചിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു.
ആ തിയോ ഇപ്പൊ ഹാൻസിനെ കൊണ്ട് പോയിരിക്കുന്നത് ആ വോൾട്ടിന്റെ അടുത്തേക്കാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് കണ്ടെത്തി കഴിഞ്ഞാലും 5 മെക്കാനിക്കൽ ലോക്കുകൾ നമുക്ക് തുറക്കണം. ഇതിനെല്ലാം കൂടെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കും. പക്ഷെ എന്നിട്ടും കാര്യമില്ല, ഈ 7ാമത്തെ ലോക്ക് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ കയ്യിൽ നിൽക്കത്തില്ല എന്നൊക്കെയാണ് തിയോ പറയുന്നത്. അതെല്ലാം കേട്ട് ഹാൻസ് ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ജോൺ ആണെങ്കിൽ വീണ്ടും ആ പണി നടക്കുന്ന ഫ്ലോറിലേക്ക് എത്തി. എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ മുകളിലുള്ള ഒരു സ്പ്രിംഗ്ലർ കാണുന്നത്. അവൻ ഉടനെ തന്നെ അവിടുത്തെ അലാറം ഓണാക്കാണ്. 32ാമത്തെ ഫ്ലോറിലാണ് ഇപ്പൊ അലാറം അടിക്കുന്നത്. ഇവിടെ അലാറം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫയർഫോഴ്സിലേക്ക് മെസ്സേജ് പോകും. അതിനെ തുടർന്ന് അവർ ആ ബിൽഡിങ്ങിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ അലാറം അടിച്ചത് കാണുമ്പോൾ ഈ കാര്യം അവിടുത്തെ ടെററിസ്റ്റിനും അറിയാം. ഈ അലാറം അടിച്ചത് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളും കാണുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ആ കാര്യം ഹാൻസിനെ വിളിച്ചു പറയാണ്. അത് കേൾക്കുമ്പോൾ ഹാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാറം അടിച്ചതുകൊണ്ട് ഇപ്പൊ തന്നെ ആ ഫയർഫോഴ്സുകാരൊക്കെ ഇങ്ങോട്ട് എത്തും. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാനാണ് ഹാൻസ് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അയാൾക്കൊരു ഡൗട്ട്, 32ാമത്തെ നിലയിൽ ആരോ ഉണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ ഫയർഫോഴ്സിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ദൂരെ നിന്ന് ആ വണ്ടികൾ വരുന്നവന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. എന്നാൽ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ റിസപ്ഷനിൽ നിന്ന് കോള് പോയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഫയർഫോഴ്സ് വണ്ടികളൊക്കെ തിരിച്ചു പോവാണ്. അത് കാണുമ്പോൾ ജോണിന് ശരിക്കും നിരാശയായി. ഈ സമയത്താണ് ആ ഹാൻസ് പറഞ്ഞതിനെ തുടർന്നിട്ട് ഒരുത്തനിപ്പോ ആ ഫ്ലോറിലേക്ക് വരുന്നത്. ഇതാ കാളിന്റെ ബ്രദറായ ടോണിയാണ്. അവൻ അങ്ങോട്ട് വന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ജോണിനെ കാണുന്നത്. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ജോൺ ടോണിയെ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ ടോണിയുടെ പണി തീർത്തിട്ട് ടോണിയുടെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം ജോൺ എടുത്തു. അതിലൊരു വയർലെസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെഷീൻ ഗൺ, പിന്നെ ഒരു ലൈറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോൺ കളക്ട് ചെയ്തു. അതിനുശേഷം അവൻ അവിടുത്തെ ലിഫ്റ്റിന്റെ അകത്തേക്ക് ഇരുത്തി. ലിഫ്റ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാനുവൽ ആയിട്ട് അതിന്റെ ഡോർ തുറന്നിട്ട് ജോൺ നേരെ മുകളിലേക്ക് കയറി. അതിനുശേഷം ആ ലിഫ്റ്റിനെ നേരെ താഴേക്ക് പറഞ്ഞു വിടുകയാണ്. ഇതേസമയം ഹാൻസും ടീമും അവിടെയുള്ള ആൾക്കാരുടെ അടുത്താണ് ഇരിക്കുന്നത്. അതിനിടയിലാണ് ആ ലിഫ്റ്റ് താഴേക്ക് വരുന്നത്. അത് തുറന്നു വരുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ടോണി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല അവനിട്ടിരിക്കുന്ന ബനിയനിലായിട്ട് ജോൺ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഹാൻസ് അത് വായിച്ചു നോക്കുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മെഷീൻ ഗൺ ഉണ്ട് എന്നാണ് അവന്റെ ബനിയനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ മുകളിൽ ഒരാളുണ്ട് എന്ന കാര്യം ഹാൻസിന് തീർച്ചയായി. മാത്രമല്ല അതൊരു സാധാരണക്കാരനല്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പൊ അവർ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മരിച്ചിരിക്കുന്നത് ടോണിയാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യം അവന്റെ ബ്രദറായ കാളിനെ അറിയിക്കണം. അവൻ മുകളിലാണുള്ളത്, വേഗം അവനോട് താഴേക്ക് വരാൻ പറ എന്നൊക്കെയാണ് ഹാൻസ് അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത്. ഇവർ ഈ പേര് പറയുന്നൊക്കെ മുകളിൽ ഇരുന്നിട്ട് ജോണും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അവരുടെ ലീഡറുടെ പേര് ഹാൻസ് എന്നാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവനത് കയ്യിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹാൻസും ടീമും ടോണി കൊല്ലപ്പെട്ട കാര്യം കാളിനെ അറിയിച്ചു. അത് കേൾക്കുമ്പോൾ അവന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അവൻ ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് അത് ആരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊല്ലണം എന്നാണ് കാള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്ന് അടങ്ങ് കാൾ, തിയോ ഇപ്പം ഈ ബിൽഡിങ്ങിൽ ബോംബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് നമ്മൾ ആ വാൾട്ട് തുറക്കട്ടെ. അതിനുശേഷം നമ്മൾ പോലീസിനെ വിളിക്കുന്നുണ്ട്. പോലീസുകാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സന്ധി സംഭാഷണത്തിന് കുറച്ച് സമയമെടുക്കും. ആ ഒരു ഗ്യാപ്പിൽ നീ അവനെ കണ്ടുപിടിച്ച് കൊല്ല്, തിന്നേ, എന്താന്ന് വെച്ച് ചെയ്തോ, അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കണം എന്നൊക്കെയാണ് ഹാൻസ് കാളുടെ അടുത്ത് പറയുന്നത്. അവർ ഈ സംസാരിക്കുന്നൊക്കെ പുറത്തിരുന്നിട്ട് ഹോളിയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ജോൺ പണി തുടങ്ങി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അവൾ ആ കാര്യം ഹാരിയുടെ അടുത്ത് പറയുകയും ചെയ്തു. അത് കേൾക്കുമ്പോൾ ഹാരിക്ക് ദേഷ്യമാണ് വരുന്നത്. ജോൺ ആണോ ഇതൊക്കെ ചെയ്യുന്നത്? അവനെന്താ വട്ടാണോ? അവൻ നമ്മളെ എല്ലാവരെയും കൊലക്കി കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഹാരി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജോൺ അവന്റെ ജോലിയാണ് ചെയ്യുന്നത് ഹാരി എന്നൊരു മറുപടിയാണ് അവൾ പറയുന്നത്. ഈ സമയം ജോൺ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്കാണ് ചെന്നിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവൻ ഉടനെ തന്നെ അവന്റെ കയ്യിലുള്ള വയർലെസ് എടുത്തു. അതിനുശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് അവൻ വിളിക്കുന്നത്. ആ വയർലെസ് എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഹാൻസിനും ടീമിനും അവൻ സംസാരിക്കുന്നൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ പോലീസുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കട്ടോമി ബിൽഡിങ്ങിൽ കുറെ തീവ്രവാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. അവർ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഹോസ്റ്റേജസ് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്നാൽ അവൻ ഈ വിളിക്കുന്ന ചാനൽ വളരെ സീക്രട്ട് ആണ്. സാധാരണ ആൾക്കാർക്കൊന്നും അതുവഴി സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഈ സമയത്താണ് ഹാൻസിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് ജോണിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ജോൺ ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ വെടിശബ്ദമൊക്കെ ആ പോലീസുകാരും കേൾക്കുന്നുണ്ട്. അവർ ഉടനെ തന്നെ ആ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള ഒരു പോലീസുകാരനെ വിളിക്കുകയാണ്. ആ പോലീസുകാരൻ ഇപ്പം നിൽക്കുന്നത് അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഇയാളുടെ പേര് പവൽ എന്നാണ്. ആ നക്കട്ടോമി ബിൽഡിങ്ങിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങൾ വേഗം തന്നെ ഒന്ന് പോയി നോക്കണം എന്നാണ് അയാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് അയാൾ ആ ബിൽഡിങ്ങിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയവും ജോണും ആ ടെററിസ്റ്റുകളും തമ്മിലുള്ള ഷൂട്ടൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോണിന്റെ കയ്യിലാണെങ്കിൽ അധികം ഉണ്ടയൊന്നുമില്ല. മാത്രമല്ല അവരാണെങ്കിൽ കുറെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ പതുങ്ങിയിരിക്കുകയാണ്.
അങ്ങനെ കുറച്ച് സമയത്ത് ഷൂട്ട് ഔട്ടിന് ശേഷം അവൻ നേരെ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഇറങ്ങി. അവനിപ്പം ആ ലിഫ്റ്റ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അവൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. പക്ഷെ നല്ല താഴ്ചയുണ്ട് അതിന്. ഒരു റോപ്പ് ഇല്ലാതെ അവന് താഴേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. ഈ സമയം അവൻ നോക്കുമ്പോൾ ഒരു റോപ്പായിട്ട് അവന് കിട്ടിയത് അവന്റെ കയ്യിലുള്ള തോക്കിന്റെ വള്ളിയാണ്. അവൻ അതിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അത് പൊട്ടിപ്പോകുന്നത്. താഴേക്ക് വീഴുമെങ്കിലും അവൻ അവിടെയുള്ള ഒരു ഡക്റ്റിൽ പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ ഡക്റ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ പോലീസുകാരനായ പവൽ ആ ബിൽഡിങ്ങിലെത്തി. അയാൾ നേരെ റിസപ്ഷനിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ റിസപ്ഷനിലിരിക്കുന്ന ആ ടെററിസ്റ്റ് പറയുന്നത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ്. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ 34ാമത്തെ ഫ്ലോറിലാണ്. ആ പോലീസുകാരൻ അങ്ങോട്ട് വന്നത് അവനും കണ്ടിട്ടുണ്ട്. എന്നാൽ പോലീസുകാരൻ അനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ജോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കസേര എടുത്തിട്ട് ആ ഫ്ലോറിലെ ഗ്ലാസ് മൊത്തം തല്ലി പൊളിക്കാണ്. ആ ശബ്ദം കേട്ട് അവിടുത്തെ ടെററിസ്റ്റൊക്കെ അലേർട്ടായി. അതിൽ 2 പേര് ഇപ്പൊ നേരെ ജോണിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ഷൂട്ടൗട്ട് നടക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ജോൺ ഒരുത്തന് വെടിവെച്ച് വന്നു. എന്നാൽ മറ്റവനിപ്പം ജോണിനെയും തെരഞ്ഞു നടക്കുകയാണ്. ഇപ്പൊ ജോൺ കിടക്കുന്നത് ഒരു ടേബിളിന്റെ അടിയിലാണ്. ഈ സമയത്താണ് അയാൾ ആ ടേബിളിന്റെ മുകളിലേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജോൺ നേരെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതോടുകൂടെ അയാളുടെ പണിയും തീർന്നു. ഈ സമയം പവലാണെങ്കിൽ ആ ബിൽഡിംഗ് മൊത്തം ചെക്ക് ചെയ്തു. അവിടെ പ്രശ്നങ്ങളൊന്നും അയാൾ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ചു പോകാൻ വേണ്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അയാൾ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ജോൺ പെട്ടെന്ന് അവൻ കൊന്നു കളഞ്ഞ ഒരുത്തന്റെ ബോഡി എടുത്തിട്ട് അയാളെ കാറിന്റെ മുകളിലേക്ക് ഇടുന്നത്. അത് കാണുമ്പോൾ പവലിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അയാൾ വേഗം വണ്ടി റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ടെററിസ്റ്റ് പവലിനെ നേരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അയാളാണെങ്കിൽ വണ്ടി നിർത്താതെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ നക്കട്ടോമി ബിൽഡിംഗിൽ പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു ടീമിനെ ഇങ്ങോട്ട് അയക്കേണ്ടതാണ് എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്. അത് പറഞ്ഞതോടുകൂടെ അയാളുടെ കാർ ആണെങ്കിൽ അവിടുത്തെ ഒരു മതിലിൽ നിന്ന് നേരെ താഴേക്ക് വീണു. വളരെ കഷ്ടപ്പെട്ടാണ് പവാൽ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പവാല് വിളിച്ചതിനെ തുറന്നിട്ട് പോലീസുകാരൊക്കെ ആ ബിൽഡിങ്ങിലേക്ക് പുറപ്പെട്ടു. പോലീസുകാരങ്ങോട്ട് വരുന്നൊക്കെ ഹാൻസും അറിഞ്ഞിട്ടുണ്ട്. അയാളിപ്പം അയാളുടെ അസിസ്റ്റന്റ്സിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ ആരും പാനിക് ആവണ്ട, പോലീസുകാരിങ്ങോട്ട് വരും എന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ, ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്ലാൻ മാറാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ജോൺ അയാളുടെ വയർലെസ്സിൽ വിളിക്കുന്നത്. ഹലോ ഹാൻസ് അല്ലേ, ഇത് ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്നവൻ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 3 ആൾക്കാരെ കൂടെ ഞാൻ കൊന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ജോൺ അവൻ കൊന്നു കളഞ്ഞ ആൾക്കാരുടെ പേരൊക്കെ പറയാൻ തുടങ്ങി. അവനിങ്ങനെ എല്ലാവരുടെ പേരും പറയുന്നത് കേൾക്കുമ്പോൾ ഹാൻസിന് ശരിക്കും ഡൗട്ടായി. അവരെ നന്നായിട്ട് അറിയുന്ന ആരോ ആണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. സത്യം പറ, നീ ആരാണ് അയാൾ ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ വഴി മുടക്കാൻ വന്ന ഒരാളാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത്. ഈ സമയം ഹാൻസ് ആണെങ്കിൽ അയാളുടെ അസിസ്റ്റൻസിന്റെ അടുത്ത് ഈ ജോൺ ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരവിടെ നിന്ന് പറഞ്ഞുവിടാണ്. അവരതൊക്കെ അന്വേഷിച്ചതിന് ശേഷം തിരിച്ച് ഹാൻസിന്റെ അടുത്തേക്ക് തന്നെ എത്തി. അവൻ പറഞ്ഞത് കറക്റ്റാണ്, അവൻ അവരെയൊക്കെ കൊന്നു കളഞ്ഞു. മാത്രമല്ല അവരുടെ ബാഗും അവൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഹാൻസിന് ശരിക്കും ടെൻഷനായി. കാരണം ആ ബാഗിലായിരുന്നു അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോംബിന്റെ ഡെറ്റനേറ്റർ ഇരിക്കുന്നത്. ആ ഡെറ്റനേറ്റർ ഉണ്ടെങ്കിലേ അവരുടെ പ്ലാനൊക്കെ ഇനി നടക്കത്തുള്ളൂ. ഈ സമയം അയാൾ നേരെ വിളിക്കുന്നത് ആ തിയോനെയാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്, എന്തായി നിന്റെ കാര്യങ്ങളൊക്കെ അയാൾ തിയോന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ 3 ലോക്ക് തുറന്നിട്ടുണ്ട്, ഇനി 4 കൂടെ ബാക്കിയുണ്ട് എന്നാണ് തിയോ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ എന്നാ വേഗം ആയിക്കോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹാൻസ് ആ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം ആ പവാൽ അയാളുടെ വയർലെസ് വഴി ജോണുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം ഹാൻസും ടീമും ശ്രദ്ധിക്കുന്നുണ്ട്. കണക്ഷൻ കിട്ടി കഴിഞ്ഞ ഉടനെ ജോൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്നൊന്നും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ റോയ് എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇവിടെയുള്ള ഈ ടെററിസ്റ്റുകളും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനിനെ കുറിച്ചിട്ടൊന്നും ഇതിലൂടെ പറയണ്ട. പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏകദേശം 30 ഹോസ്റ്റേജസ് ഉണ്ട്. ഇവിടെയുള്ള ഈ ടെററിസ്റ്റുകൾ ആരാണെങ്കിലും അവരിൽ കുറെ എണ്ണത്തിനെ ഞാൻ കൊന്നു. ഇനിയിപ്പം അവരുടെ കൂട്ടത്തിൽ 9 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. ഇവരുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്തതിൽ നിന്നും ഇവർ യൂറോപ്യൻസ് ആവാനാണ് സാധ്യത. മാത്രമല്ല ഇവരുടെ കയ്യിൽ നല്ല കാശുമുണ്ട്. ഇവരിങ്ങോട്ട് വന്നത് എന്തിനാണെങ്കിലും അത് ചില്ലറ കാര്യത്തിനല്ല എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ജോൺ ഇപ്പൊ പവാലിന്റെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആ ടെററിസ്റ്റുകളിൽ ഒരുത്തം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും അയാൾ ആ പോലീസുകാരന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ച് കൊല്ലണം എന്നാണ് ഒരുത്തം പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ പോലീസാണ്, നമുക്ക് വേണ്ടത് FBI-ക്കാരെയാണ്, അവരിവിടെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ഹാൻസ് പറയുന്നത്. അങ്ങനെ പവൽ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പോലീസിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ പവാലിന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, അവൻ പറഞ്ഞിരിക്കുന്നത് ഈ ബിൽഡിംഗിൽ മൊത്തം ടെററിസ്റ്റുകളാണ്, അതിൽ 4-5 പേരെ അവൻ കൊന്നിട്ടുണ്ട് എന്നാണ്, മാത്രമല്ല 30 ഹോസ്റ്റേജസുകൾ ഇതിനകത്തുണ്ട് എന്നും കൂടെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെയാണ് പവാൽ അയാളോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്നിട്ട് അയാൾ പറഞ്ഞത് അപ്പൊ തന്നെ വിശ്വസിച്ചോ, നിനക്കെന്താ വട്ടാണോ പവാൽ, നിന്നോട് സംസാരിച്ചത് ചിലപ്പോൾ ആ ബിൽഡിംഗിൽ
ബിൽഡിങ്ങിനകത്തുള്ള ഏതെങ്കിലും ഭ്രാന്തനായിരിക്കും. നീ അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പോണ്ട എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അല്ല ക്യാപ്റ്റൻ, അവന്റെ സംസാരം കേട്ടിട്ട് അവൻ അങ്ങനെ ഒരു ഭ്രാന്തനല്ല, അവൻ പോലീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പവാൽ അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മീഡിയക്കാരും അങ്ങോട്ടെത്തി. അവരങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാറിൽ ഇരുന്നിട്ട് ആ ആൽഗയിലും കാണുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ ബിൽഡിംഗിൽ ടെററിസ്റ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കാര്യം അവനും തിരിച്ചറിയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്യാപ്റ്റന്റെ പ്ലാൻ പ്രകാരം പോലീസുകാരൊക്കെ ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ തുടങ്ങാണ്. അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ക്യാപ്റ്റനെ കാണിക്കുന്നത്? ബിൽഡിങ്ങിനകത്തേക്ക് കയറാണോ? അതിനകത്ത് 30ഓളം ഹോസ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ടെററിസ്റ്റുകൾ അവരെയൊക്കെ കൊന്നു കളയും എന്നാണ് പവൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെ ഹോസ്റ്റേജസ് ഉണ്ടെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ്? ഹോസ്റ്റേജസ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് തീവ്രവാദികളാണെങ്കിൽ അവരിപ്പോ കാശൊക്കെ ആവശ്യപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അതിനകത്ത് തീവ്രവാദികൾ ഉണ്ടെന്ന് എന്താണ് ഉറപ്പ്? ആകെ നമുക്ക് കിട്ടിയ തെളിവ് നിങ്ങളുടെ വണ്ടിക്ക് നേരെ ആരോ ഷൂട്ട് ചെയ്തു. അതൊരു പക്ഷേ ആ ബിൽഡിങ്ങിനകത്ത് നിന്ന് നിന്നോട് സംസാരിച്ച ആളായിരിക്കും എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പവാലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എന്റെ കാറിലേക്ക് വന്ന് വീണ ബോഡി എന്താണ്? പവല് വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അയാളുടെ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം ആ ബിൽഡിങ്ങിന്റെ മുന്നിലായിട്ട് അവർ വലിയ വലിയ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം പോലീസുകാരൊക്കെ ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അതിനകത്തുള്ള ടെററിസ്റ്റുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആ പോലീസുകാരെ ഒന്നും അവരകത്തേക്ക് കയറ്റി വിടുന്നില്ല. എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കണക്കിന് അകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പോലീസുകാർ ഒരു ടാങ്ക് പോലത്തെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇടിച്ചു കയറാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ടെററിസ്റ്റുകളാണെങ്കിൽ അവരുടെ കയ്യിലുള്ള മിസൈലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വണ്ടി അകത്തേക്ക് കയറി വരുമ്പോൾ അവർ ആ മിസൈൽ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ ടാങ്ക് പോലിരിക്കുന്ന വണ്ടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതെല്ലാം ജോൺ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പോലീസുകാർ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ നേരത്തെ കുറച്ച് ബോംബ് കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു ചെയറിലിട്ട് കെട്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറും കൂടെ അതിന്റെ മുകളിലേക്ക് വെച്ച് ആ ലിഫ്റ്റ് വരുന്ന വഴി നേരെ താഴേക്കിടാണ്. അത് നേരെ ചെന്ന് വീഴുന്നത് താഴെയുള്ള ഒരു ഫ്ലോറിലേക്കാണ്. അതോടുകൂടെ അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആ ഫ്ലോർ മൊത്തത്തിൽ തകർന്നു പോവാണ്. അത് കാണുമ്പോൾ അത് ചെയ്തിരിക്കുന്നത് ആ ടെററിസ്റ്റ് അല്ല എന്ന കാര്യം പോലീസ് ക്യാപ്റ്റനും മനസ്സിലായി. അയാൾ ഉടനെ തന്നെ ആ വയർലെസ് വഴി ജോണിനെ വിളിക്കുകയാണ്. നീ എന്ത് മണ്ടത്തരമാണ് അവിടെ കാണിക്കുന്നത്? ഒരു ഫ്ലോർ മൊത്തമാണ് നീ നശിപ്പിച്ചു കളഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ പോലീസുകാരുടെ ദേഹത്തേക്കൊക്കെയാണ് ചില്ല് വന്ന് തുളച്ചു കയറിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാനല്ല ഇവിടെ ഭ്രാന്ത് കാണിക്കുന്നത്, ഇവിടുത്തെ മുഴുവൻ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? എനിക്കിനി നിങ്ങളോട് സംസാരിക്കണ്ട, നിങ്ങൾ ആ ഫോൺ പവാലിന് കൊടുത്തേ എന്നാണ് ജോൺ പറയുന്നത്. ക്യാപ്റ്റൻ ആണെങ്കിൽ ദേഷ്യത്തോടെ ആ ഫോൺ എടുത്തിട്ട് പവാലിന് കൊടുക്കുന്നു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം പവാൽ അവന്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വളരെ സൂക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പവാൽ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹാരിയും ഹോളിയും ആ ഹോസ്റ്റേജസിന്റെ ഇടയിൽ തന്നെ ഇരിക്കുകയാണ്. ഹാരിക്കാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൻ ഹോളിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഹസ്ബൻഡ് കാരണമാണ് ഇപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചത്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഹാരി നേരെ പോകുന്നത് ആ ഹാൻസിന്റെ റൂമിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം അവൻ ചില കാര്യങ്ങളൊക്കെ ഹാൻസിനോട് പറയാൻ തുടങ്ങി. നോക്ക് മിസ്റ്റർ ഹാൻസ്, നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്തിനാണോ അങ്ങോട്ട് വന്നതെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ കാരണം ഞങ്ങളെ കുറച്ച് ആൾക്കാരുടെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. നമുക്കിത് അവസാനിപ്പിച്ചേ തീരൂ. നിങ്ങൾക്ക് വേണ്ടത് ആ മുകളിലിരിക്കുന്ന ആളെയല്ലേ, അവൻ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് വേണ്ടി അവനെ ഒന്ന് ഫോണിൽ കണക്ട് ചെയ്തതാ എന്നാണ് ഹാരി പറയുന്നത്. അതിനെ തുടർന്ന് ഹാൻസ് ആണെങ്കിൽ ഉടനെ ജോണിനെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഹാരി ഇപ്പൊ ജോണിനോട് സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ ജോൺ, നീ കാരണമാണ് ഇവിടെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ മൊത്തം സംഭവിക്കുന്നത്. ഇവർക്ക് പോലീസുകാരുടെ അടുത്ത് എന്തോ നെഗോഷിയേഷൻസ് ഒക്കെ നടത്താനുണ്ട്. അത് ചെയ്തിട്ടേ അവർ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നീ ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോകരുത്. നിന്റെ കയ്യിൽ ഇവരുടെ ഒരു ഡെറ്റനേറ്റർ ഉണ്ട്, അത് നീ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ അടക്കം എല്ലാവരും ഇവർ കൊന്നുകളയും എന്നൊക്കെയാണ് ഹാരി പറയുന്നത്. ഹാരി അത് പറയുന്നത് കേൾക്കുമ്പോൾ ജോണിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ എന്തൊക്കെയാണ് എന്നെ കുറിച്ച് ഇവരുടെ അടുത്ത് പറഞ്ഞത്? അവൻ ടെൻഷനോടെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ വേഗം ആ ഡെറ്റനേറ്റർ തിരിച്ചു കൊടുക്കാൻ നോക്ക്, ഹാരി വീണ്ടും പറയുന്നു. ഓക്കെ ഹാരി, നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ ആ ഹാൻസിന് കൊടുത്തേ. ജോൺ അത് പറയുമ്പോൾ ഹാരി ഉടനെ ആ ഫോൺ എടുത്തിട്ട് ഹാൻസിന് കൊടുക്കുകയാണ്. ഈ സമയം ജോൺ ഹാൻസിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നോക്ക് ഹാൻസ്, നീ ആരാണെന്നോ നീ എങ്ങനെയുള്ള ആളാണെന്നോ എന്ന കാര്യം ഹാരിക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. ഇന്ന് രാവിലെയാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് അവൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കല്ലേ. പിന്നെ ഹാരി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നീ എന്റെ ഫ്രണ്ട് അല്ലാന്ന് നീ അവരോട് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അവര് നിന്നെ കൊല്ലും എന്നൊക്കെ ജോൺ ഹാരിയുടെ അടുത്ത് വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ ഹാരി പറഞ്ഞത് കൊണ്ടൊന്നും ജോൺ ആ ഡെറ്റനേറ്റർ കൊടുക്കത്തില്ല എന്ന കാര്യം ഹാൻസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹാൻസ് ഉടനെ ഹാരിയെ വെടിവെച്ചു കൊല്ലുകയാണ്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹാൻസ് നേരെ വിളിക്കുന്നത് പുറത്തു നിൽക്കുന്ന പോലീസുകാരെയാണ്. നീക്കിപ്പോ മനസ്സിലായി കാണത്തില്ലേ ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്ന്. ഇനി ഞാൻ എന്റെ ഡിമാൻഡ് പറയാം. എന്റെ കുറെ ആൾക്കാര് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ അവരെല്ലാവരെയും റിലീസ് ചെയ്യണം. മാത്രമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ റെഡിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ റൂഫിലേക്ക് അയക്കണം. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഹോസ്റ്റേജസിനെയൊക്കെ കൂട്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. എന്നിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റേജസിനെയൊക്കെ വിട്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഹാൻസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അവൻ ആ സംസാരിക്കുന്നൊക്കെ കേട്ടുകൊണ്ട് ഹാൻസിന്റെ മുമ്പിൽ ആ കാളു ഇരിക്കുന്നുണ്ട്.
നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇത് നമ്മുടെ പ്ലാനിലില്ലാത്താണല്ലോ, അവരതൊക്കെ ചെയ്തു തരും നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് കാളി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവരത് ചെയ്യാതിരിക്കേ എന്താന്ന് വെച്ച് ചെയ്യട്ടെ, ഇതൊന്നും നമ്മുടെ പ്ലാനിലുള്ളതല്ല, ഇത് ഞാനൊരു നമ്പർ ഇറക്കിയതാണ്, നീ വേഗം ചെന്നിട്ട് ആ മുകളിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആ ഡെറ്റനേറ്റർ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഹാൻസ് കാളിനെ ജോണിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ സമയം ജോൺ ആണെങ്കിൽ നേരെ പവാലിനെയാണ് വിളിച്ചിരിക്കുന്നത്. ആ ഹാൻസ് ഇപ്പൊ പറഞ്ഞ കാര്യം നീ കേട്ടില്ലേ, അതിലെനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു എന്നാണ് ജോൺ പവാലിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയത്താണ് FBI-കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ FBI-കാരുടെ കൺട്രോളിലാണ്. ഇതേ സമയം തന്നെ ഹാൻസ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ വേറൊരു ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജോൺ അയാളുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ ഇത് ഹാൻസ് ആണ് എന്ന കാര്യം ജോണിന് മനസ്സിലായിട്ടില്ല. ഹാൻസ് ആണെങ്കിൽ അഭിനയിച്ച് അങ്ങോട്ട് മെഴുകാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണല്ലേ, ദയവ് ചെയ്ത് തന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ റൂഫിലേക്ക് കയറി വന്നതാണ് എന്നൊക്കെ ഹാൻസ് ഇങ്ങനെ കരഞ്ഞു പറയാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ജോൺ അയാളെ എഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഒരു തോക്ക് എടുത്തിട്ട് ഹാൻസിന് കൊടുക്കുകയാണ്. തോക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഹാൻസിന്റെ സ്വഭാവം മാറി. അയാൾ ഉടനെ തന്നെ ആ തോക്കെടുത്തിട്ട് ജോണിനെ നേരെ ചൂണ്ടി. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരാണെന്ന്, മര്യാദയ്ക്ക് ആ ഡെറ്റനേറ്റർ തിരിച്ചതാ എന്നാണ് ഹാൻസ് പറയുന്നത്. എന്നാൽ ജോൺ അതിന് വഴങ്ങുന്നില്ല. അതിന് കാരണം ഉണ്ടയില്ലാത്ത തോക്കാണ് ജോൺ അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സമയം അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഉണ്ടയില്ലാത്തതുകൊണ്ട് അത് പൊട്ടുന്നില്ല. ഈ സമയത്താണ് ഹാൻസ് വിളിച്ചതിനെ തുറന്നിട്ട് അയാളുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജോണിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ജോൺ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറെ നേരം ഈ ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ജോണിന് അവർക്ക് കിട്ടിയില്ല. എന്നാൽ അവന്റെ കയ്യിലുള്ള ബാഗും അതിനകത്തെ ഡെറ്റനേറ്ററും അവർക്ക് കിട്ടി. അതായിരുന്നല്ലോ അവർക്ക് വേണ്ടത്. അങ്ങനെ അവർ അതും എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. ഈ സമയം അവിടെ ഷൂട്ട് ഔട്ട് നടന്നില്ലായിരുന്നു. അതിൽ ആ ചില്ലൊക്കെ പൊട്ടി താഴേക്ക് വീണ് അതിൽ ചവിട്ടി ജോണിന്റെ കാലിന് നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അവനിപ്പോ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ പവാലിനെ വിളിക്കുന്നുണ്ട്. അവൻ അയാളുടെ അടുത്തൊരു പ്രത്യേക കാര്യം പറയാണ്. നോക്കൂ പവാൽ, എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ഫീലാണ് എനിക്കിപ്പോ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അവളോട് പറയണം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ എല്ലാത്തിന്റെയും കാരണം ഞാനാണ്, എന്റെ ഈഗോ ആയിരുന്നു എല്ലാത്തിന്റെയും പ്രശ്നം. പക്ഷെ ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്റെ ഭാര്യയായിരുന്നു. ഈ കാര്യമൊക്കെ നീ അവളോടൊന്ന് പറയണം എന്നാണ് ജോൺ പവാലിന്റെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ ആ തിയോയും കൂട്ടരും കൂടെ ആ വോൾട്ട് തുറന്നു. എന്നിട്ട് അവരിപ്പം അതിനകത്തുള്ള ആ ബോൺ പേപ്പറുകളൊക്കെ കളക്ട് ചെയ്യാണ്. അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് FBI-കാർ ഹാൻസിന് വിളിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങളുടെ മുഴുവൻ ആളുകളെ ഞങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഹെലികോപ്റ്റർ ഉടനെ തന്നെ വരും, നിങ്ങൾ തയ്യാറായിട്ടിരുന്നോ എന്നാണ് ആ FBI ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഹാൻസ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞതിന് ശേഷം ആ കോൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ FBI-കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർ റൂഫിലേക്ക് വരുമ്പോൾ എല്ലാത്തിനെയും കൊല്ലാനാണ്. എന്നാൽ അതിന്റെ അപ്പുറത്തെ പ്ലാനാണ് ഹാൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹാൻസിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോൺ പേപ്പറും കൊണ്ട് അവർക്ക് അങ്ങനെ ചുമ്മാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ റൂഫ് മൊത്തം ബ്ലാസ്റ്റ് ചെയ്യണം. അതിൽപ്പെട്ട അവിടെയുള്ള എല്ലാവരും മരിക്കും. ആ കൂട്ടത്തിൽ ആ ടെററിസ്റ്റുകളും മരിച്ചു എന്ന് വരുത്തി തീർക്കണം. അപ്പൊ പിന്നെ പോലീസുകാർ അതിന്റെ പുറകിലായിരിക്കും. ആ ഒരു സമയം അവർക്ക് അവരുടെ വണ്ടിയിൽ കയറി ആ ബോൺ പേപ്പറുമായിട്ട് രക്ഷപ്പെടാം. ഇതാണ് ഹാൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സമയത്താണ് പത്രക്കാരൊരു വൃത്തിയേട് കാണിക്കുന്നത്. അവര് നേരെ ജോണിന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, അയാളുടെ കുട്ടികളുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ ആ റൂഫിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ റൂഫിന്റെ മുകളിലായിട്ട് മൊത്തം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഹാൻസിന്റെ പ്ലാൻ വേറെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ആ കാര്യം പവലിനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി വേഗം തന്നെ ആ വയർലെസ് എടുത്തു. എന്നാൽ പെട്ടെന്നാണ് ആ കാൾ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ കാളും അവനും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഹെലികോപ്റ്റർ അങ്ങോട്ട് വരാൻ തുടങ്ങി. അതറിഞ്ഞതിനെ തുടർന്ന് ഹാൻസ് അവന്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റു. ഈ സമയത്താണ് ജോണിന്റെ കുട്ടികളുടെ ഇന്റർവ്യൂ ടിവിയിൽ കാണിക്കുന്നത്. അതിൽ നിന്നും ഈ ജോണിന്റെ ഭാര്യയാണ് ഹോളി എന്ന കാര്യം ഹാൻസിന് മനസ്സിലായി. അയാൾ ഉടനെ തന്നെ ആ ഹോസ്റ്റേജസിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവരുടെ എല്ലാവരുടെ അടുത്തും നേരെ റൂഫിലേക്ക് കയറാൻ പറയുന്നു. അവരെല്ലാവരും മുകളിലേക്ക് കയറുന്ന വഴിക്ക് ഹാൻസ് ഹോളിയെ പിടിച്ചു. ഈ സമയവും ജോണും കാളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ജോൺ അവനൊരു ചങ്ങലയിൽ തൂക്കി കൊന്നു കളഞ്ഞു. അതിനുശേഷം അവൻ നേരെ റൂഫിലേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ ഹോസ്റ്റേജസുകളൊക്കെ ആ റൂഫിലെത്തി. എന്നാൽ ഹോളി അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹാൻസ് ഹോളി അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി എന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓക്കെ, അവളുടെ കാര്യം ഞാൻ നോക്കാം, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങാൻ നോക്ക്, ഇവിടെ മൊത്തം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവിടെയുള്ള ആൾക്കാരൊന്നും താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുമ്പോൾ ആൾക്കാരൊക്കെ പേടിച്ച് താഴേക്ക് ഇറങ്ങാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തി. ജോൺ അവിടെ നിന്ന് വെടിവെക്കുന്ന കാണുമ്പോൾ അവനും ആ ടെററിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ളതാണ് എന്നാണ് ആ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന പോലീസുകാർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവനാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് അപ്പുറത്തേക്ക് ചാടുന്നു. ഈ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ആ റൂഫിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അതിനിടയിൽ ജോൺ നേരെ പോകുന്നത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പിന്റെ അടുത്തേക്കാണ്. അവൻ ആ പൈപ്പ് എടുത്തിട്ട് നേരെ ആ ബിൽഡിങ്ങിന്റെ അറ്റത്തേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് ഹാൻസും ടീമും ആ ഹോസ്റ്റേജസുകളൊക്കെ താഴേക്ക് വരുന്ന കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ ആ റൂഫ് മൊത്തം കണ്ട് ബ്ലാസ്റ്റ് ചെയ്ത് കളയാണ്. അത് പൊട്ടിത്തെറിച്ച് തുടങ്ങുമ്പോഴേക്കും ജോൺ ആ പൈപ്പുമായിട്ട് നേരെ താഴേക്ക് ചാടി.
അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ആ ഹെലികോപ്റ്ററും കത്തിപ്പോയി. അങ്ങനെ താഴേക്ക് ചാടിയ ജോൺ ആ പൈപ്പിൽ തൂങ്ങിയിട്ട് തന്നെ അവിടെയുള്ള മറ്റൊരു ഫ്ലോറിന്റെ അകത്തേക്ക് കയറി. ഈ സമയം ഹാൻസും ടീമും ആ ബോണ്ട് പേപ്പർ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഹോളിയും ഉണ്ട്. അതിനിടയിൽ ആ തിയോ ആണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വണ്ടി റെഡിയാക്കിയിട്ട് ആ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം ആ ആൽഗയിൽ അത് കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവന്റെ വണ്ടിയുമായിട്ട് ചെന്നിട്ട് ആ വാനിനെ ഇടിച്ചങ്ങോട്ട് തകർക്കുകയാണ്. അങ്ങനെ ഹാൻസും കൂട്ടരും ആ ബോണ്ട് പേപ്പറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ജോൺ ഒരു തോക്കും പിടിച്ച് അവരുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ഹാൻസ് ഒരു തോക്കെടുത്തിട്ട് ഹോളിയുടെ നെറ്റിയിലേക്ക് വെച്ചു. അതുകൊണ്ട് തന്നെ ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ തോക്ക് താഴേക്കിടാണ്. അവന്റെ ആ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ ഹാൻസിന് ചിരിയാണ് വരുന്നത്. അയാൾ ഇങ്ങനെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ജോണിന്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവന്റെ പുറത്തൊരു തോക്ക് ഒട്ടിച്ചു വെച്ചിട്ടാണ് വന്നത്. അയാൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ആ തോക്ക് എടുത്തിട്ട് അയാളുടെ കൂടെയുള്ളവനെ വെടിവെച്ച് കൊല്ലാണ്. അതിനുശേഷം ആ ഹാൻസിന് നേർക്കും ഷൂട്ട് ചെയ്യുന്നു. അതോടുകൂടെ ഹാൻസ് നിൽക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള ഗ്ലാസ് മൊത്തം തകർന്നു വീഴാണ്. അയാളാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ താഴേക്ക് വീഴുമെങ്കിലും അയാൾ ഹോളിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ജോൺ അവളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അയാളുടെ കൈ അവിടെ നിന്ന് വിടിയിക്കുകയാണ്. അതോടുകൂടെ അയാൾ നേരെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഹാൻസിന്റെ പണി തീർന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ജോൺ ഹോളിയുടെ കൂടെ നേരെ താഴേക്ക് ഇറങ്ങി. അവിടെ ഒരുപാട് ആള് കൂടിയിട്ടുണ്ട്. താഴേക്ക് എത്തിയ ഉടനെ ജോൺ നോക്കുന്നത് ആ പവാലിനെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അയാളെ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്താണ് ആ ടെററിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരുത്തൻ തോക്കുമായിട്ട് എഴുന്നേൽക്കുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ പവാൽ അവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ ടെററിസ്റ്റുകളുടെ ഭീഷണിയൊക്കെ അവസാനിച്ചു. ഈ സമയത്താണ് ആ ആൽഗയിൽ അവന്റെ കാറും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ ജോൺ ഹോളിയും കൊണ്ട് ആ കാറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ പത്രക്കാരൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അവരുടെ വിശേഷം തിരക്കാൻ വന്നതാണ്. എന്നാൽ അയാളാണല്ലോ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ആ കുട്ടികളുടെ ഇന്റർവ്യൂ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഹോളി അവന്റെ മൂന്തക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അതിനുശേഷം ജോണിന്റെ കൂടെ ആ കാറിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ അവര് രണ്ടുപേരും ആ കാറിന്റെ അകത്തിരുന്ന് കിസ് ചെയ്യുമ്പോൾ ആൽഗയിൽ ആ കാറുമായിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.